തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മണ്ഡലം കൂടിയാണ്. പൊതുവെ ഈ ഒരു പകുതി കഴിഞ്ഞിരിക്കുന്നത്, എന്താണ് ആളുകളുടെ റെസ്പോൺസ് എന്താ? അല്ല, വളരെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് UDF-ന്റെ ചരിത്ര വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്നും പിണറായി വിജയന്റെ ഒരു ടൂളായി CPM പാർട്ടിക്കകത്ത് നിലകൊണ്ട ഒരാളാണ്. അപ്പം അതുകൊണ്ട് പിണറായിയുടെ പ്രതിബിംബമായിട്ടാണ് ഞങ്ങൾ M സ്വരാജിനെ കാണുന്നത്. അതുകൊണ്ട് പിണറായിക്കെതിരായിട്ടുള്ള ജനവിധി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വളരെ ശക്തമായ വോട്ടിലുള്ളൊരു പ്രതിഷേധം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ അത് സജീവ് ചർച്ചയാക്കുന്നുണ്ട്. എന്നാൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞത് പണ്ട് ആര്യാടൻ മുഹമ്മദ് മലപ്പുറം വിരുദ്ധ യാത്ര നടത്തിയത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ഇടതുപക്ഷം ലീഗിനൊപ്പമായിരുന്നു, പക്ഷേ EMS സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, M സ്വരാജിന് എല്ലാ ചരിത്രബോധവുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹം ഓർമ്മിക്കേണ്ട കാര്യം, അദ്ദേഹം ചരിത്രത്തോടാണ് നീതി പുലർത്തേണ്ടത്. കാരണം ഇങ്ങനൊരു വിവാദ വിഷയം മുഖ്യമന്ത്രി ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ മലപ്പുറത്തുകാരനായ സ്വരാജ് എവിടെയായിരുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ആത്മരോഷം അന്ന് ഉണ്ടായില്ല? മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ്, ഞാനും ഒരു മലപ്പുറത്തുകാരനാണ് എന്ന് പറയാൻ സ്വരാജിനുണ്ടായിരുന്നൊരു അവസരം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അപ്പം ഇതൊക്കെ ഒരു മുക്കൂട്ട് കമ്പനിയാണ്. ഇത് പിണറായിയുടെ കമ്പനിയാണ്, കോർപ്പറേറ്റ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലെ ജോലിക്കാരൻ മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. CPM ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. CPM-ന് ചില സമയത്ത് മുസ്ലിങ്ങളെ ആവശ്യമുണ്ടാകും, അപ്പം മുസ്ലിം നരേറ്റീവ് ഉണ്ടാക്കും. ചില സമയത്ത് BJP-യെ സംതൃപ്തിപ്പെടുത്തേണ്ടി വരും, അപ്പം മുസ്ലിം വിരുദ്ധ നരേറ്റീവ് ഉണ്ടാക്കും. ഈ നരേറ്റീവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ബോധപൂർവം ഈ കേരളത്തിലെ ഒരു ജില്ലയെ, താൻ മുഖ്യമന്ത്രിയായി നിലകൊള്ളുന്ന ഒരു സ്റ്റേറ്റിലെ ഒരു ജില്ലയെയാണ് ഒരു മുഖ്യമന്ത്രി തള്ളി പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ MLA-മാരും ജനപ്രതിനിധികളും അടക്കം സജീവമാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 നിലമ്പൂർ.